DMK ഭരണത്തുടർച്ച കിട്ടും DMKക്ക് എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. പറയും മനീഷ് മൂർത്തി, DMK ക്യാമ്പുകൾക്ക് ആഹ്ലാദത്തിലാണോ? മാത്രമല്ല വിജയ് വലിയ തരംഗമുണ്ടാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഏതാണ്ട് ഒരു സർവേ ഒഴിച്ച് ബാക്കി ആരും അദ്ദേഹം അധികാരത്തിൽ വരുമെന്ന് പറയുന്നില്ല. എസ്കേൻ, ഗുഡ് മോർണിംഗ്. അണ്ണാറിവാളയത്തിനുള്ളത് ഞാനിവിടെ ഒരു LED സ്ക്രീൻ കാണിക്കാം. എസ്കേൻ, ഇത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് വെച്ചതാണ്. ഒരു കൗണ്ട് ഡൗൺ സ്ക്രീനാണ്. ദ്രാവിഡ മോഡൽ 2.0. അതിൻ്റെ താഴെ ഇനിയിപ്പോൾ നമുക്ക് ദിവസം കാണാം. 4 ദിവസം 4 മണിക്കൂർ 14 മിനിറ്റ് 39, 38 അങ്ങനെ സെക്കൻഡുകൾ കൗണ്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്തായാലും ദ്രാവിഡ മോഡൽ 2.0യിലേക്ക് തമിഴ്നാട് എത്തുന്നു എന്ന് തന്നെയാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ ഭൂരിഭാഗത്തിലും പറയുന്നത് DMK സഖ്യം അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. 22 പാർട്ടികളുടെ ഒരു വലിയ മുന്നണി ഉണ്ടാക്കിയിട്ടാണ് ഇത്തവണ സ്റ്റാലിൻ എന്തായാലും രംഗത്തിറങ്ങിയത്. അതെന്തായാലും ഫലം കാണുന്നു എന്ന് തന്നെയാണ് സർവേ ഫലങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 120 മുതൽ 160 വരെ സീറ്റുകളാണ് ഓരോ സർവേ ഫലങ്ങളിലായി. ഇതിൻ്റെ ഒരു ഏകീകൃത രൂപം നമ്മൾ എടുത്താൽ 120 മുതൽ 160 സീറ്റുകൾ വരെയാണ് DMK സഖ്യത്തിന് എന്തായാലും പറയുന്നത്. ഒറ്റ സർവേയിൽ മാത്രമാണ്, അത് ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ മാത്രമാണ് വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന് ഒരു വലിയ മുന്നേറ്റം അല്ലെങ്കിൽ ഭരണത്തിലെത്താനുള്ള ഒരു സാധ്യത സീറ്റുകൾ പ്രവചിക്കുന്നത്. 98 മുതൽ 120 സീറ്റുകൾ വരെ TVK ലഭിക്കുമെന്നുള്ളതാണ് ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ പറയുന്നത്. 92 മുതൽ 110 സീറ്റുകൾ വരെയാണ് DMK സഖ്യത്തിന് പ്രവചിക്കുന്നത്. അവിടെ അണ്ണാ DMK സഖ്യത്തിന് പറയുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് 22 മുതൽ 32 സീറ്റുകൾ വരെ മാത്രമാണ്. അപ്പോൾ അണ്ണാ DMKയുടെ ഭൂരിഭാഗം സീറ്റുകളും TVK കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2 സർവേകളിൽ എന്തായാലും അണ്ണാ DMK സഖ്യത്തിന് മുൻതൂക്കം പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് CNN, അത് വോട്ട് വൈബ് CNN സർവേ, JVC സർവേ, ഈ 2 സർവേകളിലാണ് അണ്ണാ DMKക്ക് അനുകൂലമായി വന്നിട്ടുള്ളത്. അത് 2 സർവേകളിലുമായി പറയുന്നത് 124 മുതൽ 147 സീറ്റുകൾ വരെ അണ്ണാ DMKക്ക് ലഭിക്കും എന്നാണ്. എന്തായാലും പല വിധത്തിലുള്ള സർവേകൾ വരുന്നു. പക്ഷേ ഏറ്റവും അധികം പുറത്തു വന്ന സർവേ ഫലങ്ങളിൽ ഏറ്റവും അധികം പറയുന്നത് ഈ DMK സഖ്യം അധികാരത്തിൽ വരുമെന്നാണ്. ഇപ്പോൾ പുതുച്ചേരിയിലേക്ക് വന്നാൽ മറ്റ് തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. NR കോൺഗ്രസ് നേതൃത്വം നൽകുന്ന NDA സഖ്യം അവിടെ അധികാരത്തിൽ തുടരുമെന്ന് തന്നെയാണ്. 16 മുതൽ 20 സീറ്റുകൾ വരെ അവിടെ NR കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുന്നു. 6 മുതൽ 8 സീറ്റുകൾ വരെയാണ് DMK കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുക. TVK 2 മുതൽ 4 സീറ്റുകൾ വരെ നേടും എന്നും പറയുന്നുണ്ട്. എന്തായാലും മറ്റ് സർവേ ഫലങ്ങളിലെല്ലാം 1 മുതൽ 42 സീറ്റുകൾ വരെ തമിഴ്നാട്ടിൽ TVKക്ക് ലഭിക്കും എന്നും പറയുന്ന സർവേകളുണ്ട്. എന്തായാലും DMKക്ക് ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ വലിയ ഒരു സപ്പോർട്ട് നൽകുന്ന അല്ലെങ്കിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു സർവേ ഫലങ്ങൾ തന്നെയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. താങ്ക് യു മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.